ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. 200ഓളം പേർക്കൊപ്പം കിടന്നു. 12ാം വയസ്സിൽ കന്യകാത്വം നഷ്ടപ്പെട്ടു. ഒടുവിൽ ആ രോഗത്തിന് അടിമ. ഇംഗ്ലണ്ട് സ്വദേശിനിയായ ലോറി ജഡ് വുഡ്രഫ് 12ാം വയസ്സിൽ കന്യകാത്വം നഷ്ടപ്പെട്ടതു മുതൽ 30 വയസ്സുവരെ അന്തിയുറങ്ങിയത് 200ഓളം പുരുഷന്മാരോടൊപ്പമായിരുന്നു. ഓരോ ദിവസവും അന്തിയുറങ്ങിയിരുന്നത് 1-2 അല്ല 6ഓളം പുരുഷന്മാർക്കൊപ്പം. സെക്സ് ക്ലബ്ബുകളിൽ നിന്നുമാണ് പലരെയും പരിചയപ്പെട്ടിരുന്നതെന്ന് അവർ പറയുന്നു. എൻകോപ്പ സിഗ്നിഫോമാനിയ എന്ന അപൂർവ രോഗത്തിന് അടിമയാണ് താനെന്ന് ലോറി ജഡ് വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ഒരു കുഞ്ഞുണ്ടായ ശേഷമാണ് ജീവിതം എന്താണെന്നും ജീവിതത്തിൽ വിലപ്പെട്ടത് എന്താണെന്നും മനസ്സിലാക്കിയതെന്നും ലോറി പറഞ്ഞു. ലോറി തന്റെ അനുഭവങ്ങൾ വിവരിച്ചെഴുതിയ ദ ഡയറി ഓഫ് എ സെക്സ് അഡിക്റ്റ് എന്ന പുസ്തകവും ഇപ്പോൾ വൻ ഹിറ്റാണ്. 12ാം വയസ്സ് മുതൽ സെക്സിനോട് അമിത താല്പര്യമായിരുന്നു. സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കാതെയായിരുന്നു ആദ്യ നാളുകളിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നെന്ന് ലോറി പറയുന്നു. രാത്രിയിൽ തന്റെ കാമുകനുമായി കിടക്ക പങ്കിട്ട ശേഷം സെക്സ് ക്ലബ്ബുകളിലേക്ക് പോകുന്നത് പതിവായിരുന്നുവെന്ന് ലോറി പറയുന്നു. ഒരിക്കൽ തന്റെ മുൻ കാമുകനുമൊത്ത് ലിവർപൂളിൽ ഒരു സെക്സ് പാർട്ടിയിൽ പങ്കെടുത്തു. അവിടെ വെച്ച് 6 പുരുഷന്മാരുമായി ഒരേ സമയം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ചിലരെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടു. ഇയാൻ എന്ന യുവാവിനെ പരിചയപ്പെട്ടതോടെയാണ് ജീവിതത്തിൽ അർത്ഥമുണ്ടായത്. ഇയാനുമായി പ്രണയത്തിലായി. ശേഷം ഒരു ആൺകുഞ്ഞിന് ജന്മവും നൽകി. ഇപ്പോൾ എൻ്റെ മകനു വേണ്ടിയാണ് ജീവിക്കുന്നത്. അവനെ നല്ല നിലയിൽ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ലോറി പറയുന്നു. ലോറി ഇയാനുമായി വേർപിരിഞ്ഞതിന് ശേഷമാണ് നോവൽ എഴുതണമെന്ന തീരുമാനത്തിലെത്തിയത്. തന്റെ രോഗം പൂർണ്ണമായും മാറ്റാൻ സ്ഥിരമായി കൗൺസിലിങ്ങിനും പോയതോടെ ലോറി ഇപ്പോൾ സന്തോഷവതിയാണ്. പഴയ കാലത്തിലേക്ക് ഇനി പോകുന്നില്ലെന്നും ജീവിതം എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയതെന്നും ലോറി പറയുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.